64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നാദാപുരത്തെ മികച്ച ക്യാമ്പസ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ്. എല്ലാവിധ യൂണിഫോമുകളും മിതമായ നിരക്കിൽ. ബിസ്മി സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ് നാദാപുരം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് നാദാപുരത്തിന്റെ കയ്യൊപ്പ്. മിഷൻ ഫിറ്റ്നസ് അൽ മസാക്കിൻ ആർക്കേഡ് നാദാപുരം. നിങ്ങളുടെ വീടിന് പുതിയൊരു ലുക്ക്, താങ്ങാവുന്ന ബഡ്ജറ്റിൽ. ആർക്കിഫിക്സ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, കസ്തൂരിക്കുളം നാദാപുരം. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് വേദി ഏറെ ആവേശകരമായിരുന്നു. ഇന്ന് നടന്ന മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ അതിഗംഭീരമായി തന്നെയാണ് 14ാം നമ്പർ വേദിയിൽ നടന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ട് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഉജ്ജ്വല വിജയം നേടിയിട്ടുള്ള എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുള്ള മിൻഹ നമ്മോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ മിൻഹയുടേതടക്കം നിരവധി മാപ്പിളപ്പാട്ടുകൾക്ക് രചന നിർവഹിച്ച അബൂ കൻസ എന്ന തൂലികാ നാമത്തിൽ ഫൈസൽ കന്മൻ നമ്മോടൊപ്പമുണ്ട്. ഈ പാട്ടിനൊക്കെ തന്നെ സംഗീത സംവിധാനം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട മുഹസിൻ കുരിക്കൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. മിൻഹ, ഏത് പാട്ടാണ് പാടിയത്? ഫലസ്തീൻ വംശത്തിനെ കുറിച്ചുള്ള പാട്ടാണ് പാടിയത്. അപ്പോൾ അബൂ കൻസയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പാട്ടാണ് അല്ലേ ഫലസ്തീൻ? ആ പാട്ടിൻ്റെ ഒരു 4 വരി. ഫലസ്തീനിൻ പൂവിയിൽ വന്നൂറ്റം ശോഴബാൽ ഫഗവമ്പും പേരുത്തി സറായിൽ കിബറാൽ. ഫലസ്തീനിൻ പൂവിയിൽ വന്നൂറ്റം ശോഴബാൽ ഫഗവമ്പും പേരുത്തി സറായിൽ കിബറാൽ. ഫാസിക്കുകൾ ഷിറുവങ്കളിലുന്നം പേശിടുകിൽ മുളുകെ പിളരുന്നേ. ഫാസിക്കുകൾ ഷിറുവങ്കളിലുന്നം പേശിടുകിൽ മുളുകെ പിളരുന്നേ. പൊന്തരുളിങ്കവിൽ കെഞ്ചിടും ഗാസ പുഞ്ചിരി മുഞ്ചിലുതിർത്തിടും മോശ. ഫസായിന്റെ മലർത്തട്ടിൽ ഇസ്രായേൽ അസ്റാറിൻ മിസൈലുകൾ ഉതിർത്തിടലായി. കരൾ പൊട്ടും കഥനത്തിൽ കീടാങ്കൾ മൗതായി. കഥ കെട്ട് കുതം കെട്ട് ദുആവിന്റെ കരന്നിട്ടി കുരുതി പുർക്കളം തന്നിൽ ബശ്രകളെ തടിപ്പൊട്ടി ചീതറിടുന്നേ ചീതറിടുന്നേ. ഫലസ്തീനിൻ പൂവിയിൽ വന്നൂറ്റം ശോഴബാൽ ഫഗവമ്പും പേരുത്തി സറായിൽ കിബറാൽ. അപ്പോൾ അടിപൊളിയായി. മിൻഹ ഏത് ക്ലാസ്സിൽ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ +2 KHMH സാലത്തിയൂരിലാണ് പഠിക്കുന്നത്, മലപ്പുറം. അപ്പോൾ ഈ പാട്ട് എത്ര ദിവസം കൊണ്ടാണ് പരിശീലിച്ചത്? ഏകദേശം എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും ഇത് പഠിക്കാൻ? 3-4 മാസം എടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് രചയിതാവിലേക്ക് പോകാം. ഫൈസൽ അബൂ കൻസ എന്ന തൂലിക നാമം അല്ലേ? അത് അങ്ങനെ ഒരു തൂലിക നാമം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മോയിൻകുട്ടി വൈദ്യരൊക്കെ പയ്യൽ തൊബീബ് പോലെയുള്ള അതുപോലെ പഴയ കവികളൊക്കെ തൂലികാനാമത്തിലാണ് പാട്ടുകൾ വന്നത്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു മക്ത പോലെ നമ്മൾ തൂലികാനാമം സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു പാരമ്പര്യത്തിൻ്റെ എല്ലാ വർണ്ണങ്ങളും. പക്ഷേ ചില ആളുകളൊക്കെ പറയുന്നത് വിധികർത്താക്കൾ പുതിയ രചയിതാക്കളെ പേര് പറയുമ്പോൾ പാട്ടിന് വാല്യൂ കുറക്കുന്നു, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ നമ്മൾ പാട്ടിന് വാല്യൂ കുറക്കുന്ന രീതിയിലുള്ള രചനാപാഠമാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ടുള്ളൂ. ഇതങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. പണ്ട് കാലത്തൊക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി പുതിയ തലമുറ വരുന്ന കാലഘട്ടത്തിൽ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാറ്റിനും സ്വീകരിക്കാനും അതിലെ അളവുകോല് വെച്ചിട്ട് അതിന് മാപ്പിളപ്പാട്ടിനെ അളക്കാനും കഴിയുന്ന ആളുകൾ ജഡ്ജ്മെൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാവും ഫൈസൽ? ഇപ്പോൾ 20 ചില്ലോനം പിന്നെ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളും മറ്റു പാട്ടുകളായിട്ട് ഒരു 10-60ഓളം പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒപ്പന പാട്ടുകൾ ഒരുപാട് അനേകം ചെയ്തിട്ടുണ്ട്. ഫൈസലിൻ്റെ പാട്ടുകൾക്ക്, എല്ലാ പാട്ടുകൾക്കും സംഗീതം മുഹസിൻ കുരിക്കൾ തന്നെയാണോ? തീർച്ചയായിട്ടും മുഹസിൻ കുരിക്കളാണ് നമ്മുടെ ഒരു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടിൻ്റെ പിറവിക്ക് ജന്മം കൊടുത്ത ആളെന്നൊക്കെ പറയാം. നമുക്ക് മക്ക ബഹൂർ എന്ന് പറയുന്ന അതിഹിറ്റായിട്ടുള്ള പാട്ട് ഇന്ന് റീൽസുകൾ, ന്യൂ ജനറേഷൻ്റെ റീൽസിൽ നിൽക്കുന്ന ആ മക്ക ബഹൂറിന് ഈണം കൊടുത്തുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടുകെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഫലസ്തീനിലേക്ക് വരുമ്പോൾ ഒരു പ്രാർത്ഥനാപൂർവമായിട്ട് അതിഗംഭീരമായിട്ടുള്ള ജനം കംപ്ലീറ്റ് കൈയടിച്ചൊരു പാട്ടാണ്. അതിൻ്റെ പ്രാർത്ഥനകളും മറ്റൊക്കെ അനുപല്ലവിയിലാണ് വരുന്നത്. അനുപല്ലവി പല്ലവിയേക്കാൾ ഗംഭീരമാണ്. അതിലാണ് മിൻഹ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തത്. മുഹസിൻ ഖാൻ്റെ സംഗീതമാണ്. അതെ. അപ്പോൾ മുഹസിൻ കുരിക്കൾ ഈ സംഗീതത്തിൽ ഒരു വെറൈറ്റി എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താണ്? പ്രത്യേകിച്ച് ഈ ചില പാട്ടുകൾക്ക് ക്ലാസിക്കൽ ടച്ചൊക്കെ വരുന്നതെന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. എന്താണ് മൊത്തത്തിൽ ചില പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്യുന്ന ആളുകൾ
ക്ലാസിക്കൽ ടച്ചിലേക്കൊക്കെ പോകുന്നുണ്ട് ജഡ്ജസൊക്കെ പല വേദിയിലും പറയുന്നുണ്ട്. അത് ജഡ്ജസിൻ്റെ ഒരു തോന്നലായിരിക്കാം. നമുക്ക് അല്ല, ഞാനത് കൃത്യമായ രാഗത്തിൽ തന്നെയാണ് ചെയ്യണത്. ഫൈസലിൻ്റെ പാട്ടുകൾ മാത്രമാണോ ചെയ്യുന്നത്, സംഗീതം ചെയ്യുന്നത്? അല്ല, OM മാഷ് പാട്ടുകൾ തുടങ്ങിയിട്ട് OM കരുവാരക്കുണ്ട് മാഷ് തൊട്ട് ഒരുപാട് ഗാനങ്ങൾ ചെയ്തതാണ്. അപ്പം നിങ്ങളൊരു അനുഭവത്തിൽ ഏറ്റവും മികച്ച ഒരു സംഗീത സംവിധാനം, നിങ്ങൾ പാട്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ ഒരു പാട്ട് ഏതാ? കുറേ പാട്ടുകളുണ്ട്, ഒരുപാട് കാലമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഒന്ന് വല്ലാഹി എന്നുള്ള പാട്ട് ഫൈസൽ എഴുതിയ വല്ലാഹി എന്നുള്ളൊരു പാട്ടുണ്ട്. വല്ലാഹി കഥയുടെ പൊരുളൊരു അതിശയ മൊഴികൾ ചിതമതിലന്നാളിൽ വിലായത്തിൻ ചരിതം രുചിരം ചേർന്നാനേ അത് ഫുർഖാനിൽ വളർപ്പെട്ട കവനമിൽ അതിവിധ പദവിയിൽ കൊതിമനുജരിൽ നിജമത് വെള്ളുന്ന് കിസ ചൊല്ലുന്ന് ഇതം കുഹരം മകപ്പെട്ടതിനുൾ നിദ്ദിര മഹതിൽ പൂണ്ടവരിൽ. അപ്പോൾ മിൻഹ നേരത്തെ മത്സരത്തിലൊക്കെ നേരത്തെ പങ്കെടുത്തിരുന്നോ? പങ്കെടുത്ത് 2ാം തവണയാണ് ഇതിപ്പോൾ സ്റ്റേറ്റിൽ. അപ്പോൾ ഏതായാലും നല്ലൊരു വിജയമാണ് സംസ്ഥാന കലോത്സവത്തിൽ മിൻഹയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ നല്ല, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.